ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ കേട്ടോ. എന്താണെന്ന് വിചാരിച്ചാൽ ഇന്നത്തെ നമുക്ക് തോട്ടിൽ വലയിട്ട് പിടിച്ച മീനാണ് കേട്ടോ. നമുക്ക് ഉടക്ക് വല എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഉടക്ക വലയിൽ കിട്ടിയ മീനായത്. നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ മീനാണ്. ഈ കൈ ഞാൻ പിടിച്ചിരിക്കുന്നില്ല, ഇതിൻ്റെ പേര് വരാലാണെന്ന് എനിക്കറിയാം. ഒരു വഴുവഴുപ്പൊക്കെ നമുക്കുണ്ട് കണ്ടോ, കൈ കണ്ടോണേ, ഒരു വഴുവഴുപ്പൊക്കെ നമുക്ക് തോന്നി തെന്നി കിടക്കുന്ന ടൈപ്പാണ്. ബാക്കി മൂന്നിൻ്റെ പേരെനിക്കറിയത്തില്ല, പക്ഷെ നല്ല അപാരം, നല്ല അടിപൊളി മീനായിരുന്നു കേട്ടോ. പക്ഷെ ഇതിൻ്റെ മുള്ള് മമ്മി അപ്പോൾ പറയണം, മമ്മി അതെടുത്ത് പൊക്കിത്തരാമെന്ന്. കാര്യം എന്ന് വെച്ചാൽ മുള്ള് ഭയങ്കര വേദനയാണ്. നമ്മുടെ കൈയെ കൊണ്ടാൽ മുള്ള് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മുള്ളായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് കൈയൊക്കെ ആ മുള്ളൊക്കെ കൊണ്ടാൽ നല്ല വേദനയായിരിക്കും. കാണാനൊക്കെ ഭംഗിയാണ്, കൂട്ടാൻ അതിലേറെ സ്വാദാണ്. പക്ഷെ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ ഭയങ്കര പാടാണ് കേട്ടോ. ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ ഭയങ്കര പാടാതെ. നല്ല ജീവനുള്ള മീനായിരുന്നു. അതിൻ്റെ വാ കണ്ടോ, അങ്ങോട്ടും ഇതിങ്ങനെ ഇങ്ങനെ തുറക്കുക അടയ്ക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ആ വായുടെ അടുത്ത് കൈ കൊണ്ടിങ്ങനെ വെച്ചപ്പോഴത്തേക്കും എന്നോട് പറയുമായിരുന്നു, അതിൻ്റെ വായ്ക്കകത്ത് പല്ല് ഭയങ്കര സ്ട്രോങ്ങാണ്. നമ്മൾ ആ വായുടെ അവിടോട്ട് കൈ കൊണ്ട് വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത് കടിക്കും. അപ്പോൾ ഭയങ്കര വേദനയായിരിക്കും കേട്ടോ, നല്ല വേദനയായിരിക്കും. നല്ല സ്ട്രോങ് പല്ലാണ് അതിനുള്ളത്. അപ്പോഴത്തേ നമ്മളതിനെ കറി വെക്കാനായിട്ട് പോവുകയാണ്. നല്ല ജീവനുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു. അപ്പം നമുക്ക് കുട്ടനാട്ടിൽ സംബന്ധിച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളൊക്കെ കിട്ടും കേട്ടോ. നല്ല നമുക്കതുകൊണ്ട് കറി വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കുടംപുളിയൊക്കെ ഇട്ട് വെച്ചാണ് നമ്മളിതിവനെ അങ്ങോട്ട് കറി വെക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടെ കുടംപുളി ഇട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവനെ വെട്ടാൻ പോവുകയാണ്. വെട്ടാനുള്ള സാധനമാണ് ഇത്. ചാരമാണ്, പക്ഷെ അത് നനഞ്ഞു പോയ ചാരമാണ്. നല്ല ഉണങ്ങിയ ചാരമാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. പിന്നത്തെ ഒരു പലക, ഒരു തടിയും ഒരു പിച്ചാത്തിയും, പിന്നത്തെ ഈ കുഞ്ഞു പിച്ചാത്തിയും മൺചട്ടി. അപ്പോൾ ഇവനെ നമ്മൾ ജസ്റ്റ് റെഡിയാക്കാൻ പോകണം. റെഡിയാക്കാൻ പോകുന്നത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. കുറേ നേരം മെനക്കെട്ടുള്ള പണിയാണ്. പക്ഷേ ഇത് എല്ലാം ഒന്ന് റെഡിയായി കറി വെച്ച് കൂട്ടിയാലോ അപാര ടേസ്റ്റാണ്. വറുത്താലും അടിപൊളിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവനെ വെട്ടുവാണ്. നമ്മൾ സാധാരണ പിച്ചാത്തി ഒന്നും പോരാൻ ഇതുപോലത്തെയൊക്കെ ഉള്ളതും കൊണ്ടൊക്കെ ഇതിൻ്റെ ആ സൈഡിലത്തെ മുള്ള് നമ്മൾ അടിച്ചടിച്ച് വേണം അവനെ അങ്ങോട്ട് ഒടിച്ചെടുത്ത് വേണം. അല്ലാതെ നമുക്ക് സാധാരണ രീതിയിലൊന്നും വെക്കാൻ പറ്റത്തില്ല, കൈയൊക്കെ പോകും, നല്ല മുള്ള അതിന്. അതുപോലെ തന്നെ അതിൻ്റെ വാലും കണ്ടിച്ച് അതിൻ്റെ സൈഡിലത്തെ ഇത് മുള്ളും എല്ലാം കളഞ്ഞ് വായുടെ അവിടുത്തെ തലയുടെ അവിടുത്തെ വായുടെ ഭാഗവും ജസ്റ്റ് ഒന്ന് കണ്ടിച്ചിട്ടാണ്. ഇത്രയും ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇത്രയും ചെയ്തിട്ട് നമ്മൾ അവനെ പാത്രത്തിലോട്ട് ആക്കും കേട്ടോ. ഇത്രയും ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്തതെടുക്കും. അടുത്തതും ഇതേ രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ അതിൻ്റെ സൈഡിലത്തെ ആ മുള്ളും വാലും വായും എല്ലാം കളഞ്ഞിട്ട് അതിനെ അവിടോട്ട് വെക്കും. ഇപ്പം നമ്മൾ അതിൻ്റെ ആ സൈഡിലത്തെ ഫ്രണ്ടിലത്തെ തൊലി ഉണ്ടോ, അത് ഇപ്പം കളയത്തില്ല. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കളയും. പിന്നെ അവശേഷിക്കുന്ന 2 കണ്ടോ. ലാസ്റ്റ് ഇവനും ഈ എൻ്റെ ജീവൻ ഇപ്പോഴും പോയിട്ടില്ല. ഈ മീനും മറ്റേ വരാലുമാണ്. ഇനി അവശേഷിക്കുന്ന അവനെയും കൂടെ നമ്മളിതുപോലെ വൃത്തിയാക്കി റെഡിയാക്കി അതിൻ്റെ ഈ മുള്ളും എല്ലാം നന്നായിട്ട് ഇതുപോലെ അടിച്ചടിച്ചടിച്ച് മുള്ളും നല്ലതുപോലെ കളഞ്ഞ് വൃത്തിയാക്കി നമ്മൾ എടുക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്തത് വരാലിന് ഈ ചാരം ഉണ്ടെങ്കിൽ നമ്മുടെ കൈ തെന്നത്തില്ല, നല്ല ഇതായിട്ട് ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ മീനും ചാരം തേച്ചിട്ടാണ് ഇവിടെ എല്ലാവരും മീൻ വെട്ടുന്നത് കേട്ടോ. ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമ്മുടെ കൈ തെന്നത്തില്ല, നമ്മുടെ കൈ നമുക്കൊരു കട്ടി കിട്ടും. അങ്ങനെ ഇവനെ ഞാൻ വെട്ടി എല്ലാം റെഡിയാക്കി. ഭയങ്കര പാടാണ് കേട്ടോ ഇത് വെട്ടാനും. ഇതിന് വേണ്ടി മെനക്കെടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ ഈ മീൻ വെട്ടാറില്ല, എനിക്കിത് അറിയത്തില്ല വെട്ടാൻ. പിന്നത്തെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ചെതുമ്പൽ ഇങ്ങനെ അത് കല്ലയിലിട്ട് നല്ല അരവുള്ള കല്ലയിലിട്ട് നല്ല തേച്ച് കഴിച്ച് നല്ല തൂവെള്ള പോലെ വെളുക്കും. നമുക്കിപ്പം എളുപ്പത്തിന് വേണ്ടി ഈ തൊലി അതിൻ്റെ ഫ്രണ്ടിലത്തെ തൊലി ഇങ്ങനെ പിച്ചാത്തിയും കൊണ്ട് ചെത്തി അവനെ നല്ല നീറ്റാക്കും. അതുപോലെ നല്ല വൃത്തിയായിട്ട് സൈഡൊക്കെ ചെത്തി നല്ല അടിപൊളിയായിട്ട് ഇവനെ കിട്ടും കേട്ടോ. അതിൻ്റെ വായുടെ കണ്ടോ, ആ ഒരു ഭാഗം പൊളന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ കണ്ടോ ഈ ഒരു ഇതിങ്ങനെ പൊളന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചെകളയെന്ന് പറയും കണ്ടോ. ചെകള നല്ല അടിപൊളി നല്ല റെഡ് കളർ. അപ്പം അതിൻ്റെ അർത്ഥം നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. അത് ഇതിൻ്റെ നല്ല ഏതൊരു മീനിൻ്റെ അങ്ങനെ നമ്മൾ ഇവനെയൊക്കെ ചെത്തി ഇങ്ങനെ ആക്കി. ഇനിയാണ് ഇവനെ ജസ്റ്റ് ഒന്നും കൂടെ കല്ലയിലിട്ട് തേച്ചിട്ട്, അപ്പോൾ നമുക്ക് ഒത്തിരി വലിയ
വലിയ പ്രയാസം വരത്തില്ല. ഓൾറെഡി നമ്മളിതിൻ്റെ ഇതെല്ലാം ചെത്തിയിട്ടുണ്ട്. ഇനി ഇവനെ കല്ലയിലിട്ടൊന്ന് നല്ലതായിട്ട് തേച്ച് ഇതിൻ്റെ ആ ചെകളയൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞ് വയറ് കീറി ഇതിൻ്റെ കുടലും എല്ലാം കളഞ്ഞ് ഇവനെ നല്ല സുന്ദര കുട്ടപ്പനാക്കി ഞുറുക്കി ഓരോ പീസാക്കി നമ്മൾ കറി വെക്കാനായിട്ട് ഞുറുക്കിയെടുത്ത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഞുറുക്കിയെല്ലാം നല്ല നീറ്റ്. ഇത് ഞുറുക്കണമെങ്കിൽ തടിയൊക്കെ വേണം. തടിയൊക്കെ ഇട്ട് നമുക്ക് ഞുറുക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലാതൊന്നും സാധാരണ പോലെ ഒന്നും ഞുറുക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇതിൻ്റെ തലഭാഗം ഇതുപോലെ ഞുറുക്കി അത് പിഴിഞ്ഞ് നടുക്കത്തെ ഞുറുക്കിന് നല്ല ടേസ്റ്റാണ്. കാര്യം അത് കറിക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ ദശയിലൊക്കെ പിടിച്ച് നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞുറുക്ക് നടുക്കത്തെ കേട്ടോ. വലയും തലഭാഗവും എനിക്കിഷ്ടമില്ല കേട്ടോ. ഞാൻ വാൽഭാഗം എടുക്കത്തില്ല, തലഭാഗം എടുക്കത്തില്ല. പിന്നെ ഇത് നമ്മുടെ വരാൽ വറക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പം അത് വറക്കാനായിട്ട് അങ്ങനെ അവനെ വറക്കാനായിട്ട് എടുത്തു. ഇത് നമ്മൾ കറി വെക്കാനായിട്ടുള്ള പീസാക്കി മുറിച്ച് വെച്ചു കേട്ടോ. അപ്പം പിന്നെ നമ്മൾ അത് വറുത്തു കറി വെച്ചു നമ്മൾ ഉച്ചയ്ക്കത്തെ നമ്മുടെ ആഹാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ ബൈ.